ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പത്തിരി പൊടി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തലേ ദിവസം നമുക്ക് അരിയൊക്കെ കുതിർക്കാൻ വിട്ടുപോയെന്നുണ്ടെങ്കിൽ ഒട്ടും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പത്തിരിപ്പൊടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് 2.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് പത്തിരിപ്പൊടി കേട്ടോ, വറുത്ത പൊടിയൊന്നുമല്ല കേട്ടോ, വറുക്കാത്ത പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3/4 കപ്പ് നല്ല കട്ടിയുള്ള പാലാട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിത് ഈ ഒരു പാലിൽ തന്നെ നേരിട്ടിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കൊരിക്കലും പൊടിയിൽ ഉപ്പ് നേരിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിതാ ഈ ഒരു പാലിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടേനു. എന്നിട്ട് ഇത് കൈവച്ച് നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പാലിൽ മുഴുവനും നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഇത് കുഴച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ വെള്ളത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഒരു ഇത്തിരി ലൂസായിട്ട് വേണം കുഴച്ചെടുക്കുക, ഒരുപാട് അങ്ങ് ടൈറ്റായി പോകരുത്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഒരുപാട് കട്ടിയായി പോയിന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഈ ഒരു പൊടി കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതവിടെ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വാഴയില ഉണ്ടെങ്കിൽ അങ്ങനെ പരത്തിയെടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ട് വാഴയില പറിക്കാനൊന്നും പോകാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഈ ഒരു കനത്തിൽ പരത്തിയെടുക്കണം. ഒരുപാട് അങ്ങ് കട്ടിയിൽ പരത്തിയെടുക്കരുത്, നന്നായിട്ട് കനം കുറച്ചിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഈ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിപ്പമുള്ള ഈ ഒരു എന്താ പറയുക ഒരോട്ടിക്കല്ലല്ലേ, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 3 ഒന്നിച്ചിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു ഭാഗം ഒന്ന് ആറിക്കഴിഞ്ഞാൽ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് എന്താ പറയുക ചുട്ടെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഞാൻ ഇതിവിടെ 2 പ്രാവശ്യം തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയേ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് പത്തിരി നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരും. പിന്നെ നമ്മൾ ഒരുപാട് തിരിച്ചും മറിച്ചും ഇട്ടൊന്നും എന്താ പറയുക ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹാർഡായി പോകട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പത്തിരി ഇതവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ചുട്ടെടുക്കാം. പിന്നെ ഇതാ നമ്മൾ ചുട്ടെടുക്കുന്ന ഓരോ പത്തിരിയുടെ മുകളിലും ഇതുപോലെ ഒന്ന് നെയ്യ് ഒന്ന് പുരട്ടി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ പത്തിരി ഞാൻ ഇതവിടെ മുഴുവനും ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ചെടുക്കുന്ന സമയത്ത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തത് കൊണ്ടും ഇപ്പോൾ ഇത് മുകളിലായിട്ട് എന്താ പറയുക നമ്മൾ നെയ്യെല്ലാം പുരട്ടി കൊടുത്തില്ലേ, അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ്. നമുക്കിതിൻ്റെ കൂടെ കറി വേണമെന്നൊന്നുമില്ല, പഞ്ചസാര ഉണ്ടെങ്കിലും നമുക്ക് നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചിക്കൻ കറിയുടെ കൂടെയും ബീഫ് കറിയുടെ കൂടെയും മീൻ കറിയുടെ കൂടെയും ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു പത്തിരി കേട്ടോ. അപ്പോൾ പത്തിരിന്നോ ഒറോട്ടിന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ചേർത്തിട്ട് വിളിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പിന്നെ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒട്ടും കനയില്ലാതെ പരത്തിയെടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.